ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, ഞാൻ അടുത്ത ഇടയ്ക്ക് ഒരു യൂട്യൂബ് വീഡിയോ കാണുകയുണ്ടായി. ഈ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് പ്രസക്തമായ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനിടയിൽ വന്നുപോയ ഒരു സംഭവമാണ് PSC ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഈ പറയുന്ന PSC ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഒരു കേരളത്തിലെ കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് ഒരു ഉദ്യോഗാർത്ഥിയെ തയ്യാറെടുപ്പിക്കുന്ന ഒരു സ്ഥാപനം വഞ്ചകരാണോ അല്ലയോ എന്നുള്ളതായ ഒരു സംഭവം. ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ എന്തായാലും ഈ ഒരു വിഷയം എല്ലാവരിലേക്കും എത്തേണ്ടതാണ്, എല്ലാവരും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് എന്ന ഒരു തോന്നൽ എൻ്റെയും ഉള്ളിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. പക്ഷെ ഒരു സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഒരു പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു എന്ത് ചെയ്യരുത്, കമന്റ് ഇടാതിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഫേവറേറ്റ് എന്ന് തോന്നുന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് നിങ്ങൾ കമന്റും ചെയ്തു. ഓക്കെ അല്ലേ? എല്ലാവർക്കും പഠിക്കണ്ടേ? ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ പോയി പഠിക്കണ്ടേ? ആ പേര് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ ആണോടാ? അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എടാ, ഏതൊരു PSC സ്ഥാപനവും സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ എനിക്ക് ഒരു കുട്ടിയുണ്ട്, അവനെ പഠിപ്പിച്ച് നാളെ തന്നെ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം എന്ന ചിന്താഗതിയോടുകൂടിയൊന്നും അല്ല. മറിച്ച് ഇതെല്ലാം ഒരു ബിസിനസിന്റെ ഭാഗമാണ്. അവർക്ക് വേണ്ടത് എന്താണ്? മണിയാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് പൈസയാണ്, അതായത് ക്യാഷ് ആണ്. നമുക്ക് എന്താ വേണ്ടേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഗൈഡൻസ്. അവർ ബിസിനസ്സിന് വേണ്ടി തുടങ്ങിക്കോട്ടെ, പക്ഷെ നമ്മൾ ഗൈഡൻസ് എന്ന് പറയുന്നതായ കാര്യം കൃത്യമായി കിട്ടാൻ, അതായത് ഒരു പരീക്ഷയിലേക്ക് കടന്നുകൂടണമെങ്കിൽ, ഒരു പരീക്ഷയുടെ ലിസ്റ്റിലേക്ക് കടന്നുകൂടണമെങ്കിൽ ഏറ്റവും ബേസിക്കായി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ, അതിന്റെ അടിത്തറയൊന്ന് കിട്ടാൻ, അതിന്റെ ഫണ്ടമെന്റൽസ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥാപനത്തിൻ്റെതായ സഹായം ഞാൻ എന്ത് ചെയ്യുന്നത്, തേടിയുന്നത്. ശരിയല്ല? ഞാൻ ഒരു സ്ഥാപനത്തിന്റെ സഹായം എന്തിനാ തേടുന്നത്? ഈ ഫണ്ടമെന്റൽ ആയ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അവർക്ക് ക്യാഷ് വേണം, നമുക്ക് വേണ്ടത് ഗൈഡൻസ് ആണ്. ശരിയല്ലേ? അതായത് നമുക്ക് ശരിക്കും ഈ ഗൈഡൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്നാമത്തെ കാര്യം, ഞാൻ പഠിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അതായത് ഞാൻ പഠിച്ചതായ ഡിഗ്രി സംബന്ധമായ ചോദ്യങ്ങൾ മാത്രമല്ല അവിടെ വരിക, മറിച്ച് ഒരുപാട് സബ്ജക്റ്റുകളിൽ നിന്നുള്ളതായ ചോദ്യങ്ങൾ അവിടെ വരും. ഞാൻ ഇന്ന് വരെ ഒരു PSC എഴുതാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആദ്യമായി സമീപിക്കാൻ പോകുന്ന ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചോദിക്കപ്പെടുന്ന ഒരു PSC പരീക്ഷയാണെങ്കിൽ, എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് കൃത്യമായിട്ട് ഒരു അഡ്വൈസ് കിട്ടണം. എനിക്കൊരു ട്രാക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു അഡ്വൈസ് എനിക്ക് വേണം. ഈ അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും എനിക്കൊരു PSC സ്ഥാപനത്തിന്റെ ആവശ്യം ഉണ്ട്. ഇനി എന്തിനു വേണ്ടിയിട്ടാ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓരോ വിഷയങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവിടെ എന്തൊക്കെ കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്, എന്താണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായ ആഴത്തിൽ എനിക്ക് പഠിപ്പിച്ചു തരാൻ ആ സ്ഥാപനത്തിൽ സാധിച്ചില്ലെങ്കിലും എന്താണ് കോൺസെപ്റ്റ് എന്ന് എന്തായാലും പറഞ്ഞു തരാൻ അവരെ കൊണ്ട് സാധിക്കണം. ശരി, ഇനി മൂന്നാമത്തെ എന്ത് കാര്യമാ? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം. ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം. അതായത് ഒരു സ്ഥാപനത്തിൽ പോയി ഞാൻ 4 മണിക്കൂർ ഇന്ന് പഠിച്ചു PSCക്ക് വേണ്ടി എന്ന് പറയുന്നതിലല്ല കാര്യം, മറിച്ച് ഈ 4 മണിക്കൂർ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതായ കാര്യത്തെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിൽ എത്രത്തോളം പ്രയോജനപ്പെടുത്തി, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എത്രത്തോളം സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു എന്നതിലാ കാര്യം. സ്ഥാപനത്തിൽ പോയി 4 മണിക്കൂർ പഠിച്ചോട്ടെ, പക്ഷെ ഞാൻ വീട്ടിൽ വന്നിരുന്ന് എൻ്റെ പേഴ്സണൽ സ്പേസിൽ ഇരുന്ന് 2 മണിക്കൂർ പഠിച്ചു, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുമൊത്ത് ഞാനൊരു 6 മണിക്കൂർ കമ്പൈൻ സ്റ്റഡി നടത്തി, അതിലാണ് പ്രസക്തി. അപ്പൊ അങ്ങനെ പഠിക്കാനായി വേണ്ടുന്നതായ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണമെങ്കിലും ഇത്തരത്തിലൊരു സ്ഥാപനത്തിന്റെ ആവശ്യം എനിക്കുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞാൽ എന്റെ സ്റ്റഡി ട്രാക്ക് എന്താണ് എന്ന് എനിക്ക് സെറ്റ് ചെയ്യണം എന്നാണെങ്കിൽ എനിക്കൊരു PSC സ്ഥാപനത്തിന്റെ ആവശ്യം അവിടെ ഉണ്ട്. ശരിയല്ലേ? അപ്പോ ഈ പറയുന്ന 4 ബേസിക് ആയ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തി തരണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു വ്യക്തിയുടെ സഹായം വേണം. സാധാരണഗതിയിൽ അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കിട്ടാറില്ല, മറിച്ച് ആ വ്യക്തിക്ക് സാധിക്കാത്ത സ്ഥാനത്ത് നമുക്കൊരു PSC സ്ഥാപനത്തിലേക്ക് പോകേണ്ടി വരും. നമ്മൾ ചോദിക്കുന്നതായ കാര്യങ്ങൾക്ക് അവർ കൃത്യമായിട്ടൊരു ഫീസ് ഈടാക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ കുറഞ്ഞ ഫീസ് ആയിരിക്കാം, ചിലപ്പോൾ കൂടിയ ഫീസ് ആയിരിക്കാം. എത്രയാണെങ്കിലും പൈസ കൊടുക്കുന്നത് തെറ്റില്ല. കൊടുത്തിട്ടാണെങ്കിലും നമ്മൾക്ക് വേണ്ടതായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, അപ്പോ ഒന്നാമത്തെ കാര്യം, അവർക്ക് പൈസയാണ് ലക്ഷ്യം എന്നതിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പൈസ കൊടുത്ത് നേടേണ്ട സേവനം പൈസ കൊടുത്ത് തന്നെ നേടണം. പക്ഷേ ഈ അടിസ്ഥാനപരമായിട്ടുള്ള 4 കാര്യങ്ങൾ നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ അവർ സഹായിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. ശരിയല്ലേ? ഇനി നമുക്ക് ഇപ്പൊ പറയാം, ഇപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ഈ പറയുന്ന ഒരു പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. പല പരീക്ഷകൾക്കും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതായിട്ടുള്ള
ഒരുവിധം 90% വരുന്ന സ്ഥാപനങ്ങൾക്കുള്ള പോരായ്മ അല്ലെങ്കിൽ ലിമിറ്റേഷനുകൾ എന്താണെന്ന് അറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവര് വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നതാ. അതായത് PSC പണ്ട് എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെയുള്ളതായ ക്ലാസ്സുകൾ ഇന്നും കൊടുക്കുന്നു. പക്ഷേ PSCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് PSC എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതായത് ചോദ്യത്തിന്റെ മാതൃകയിലാകട്ടെ, ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോദിക്കുന്നു എന്നതായ രീതിയിലാകട്ടെ, ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാകട്ടെ, ക്വസ്റ്റ്യനുകളുടെ ട്രെൻഡുകളിലാകട്ടെ, എല്ലാ രീതിയിലും സിലബസുകളിലാകട്ടെ, എല്ലാ രീതിയിലും PSC അപ്ഡേറ്റ് ആയി. പക്ഷേ ഇപ്പോഴും സ്ഥാപനങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന PSC സ്ഥാപനങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തോട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ടുള്ള സെഷൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല എന്നതും വലിയൊരു പോരായ്മ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മകളെ, ഇപ്പോ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണെങ്കിലും ആ അടിസ്ഥാനം വെച്ചുകൊണ്ട് അവൻ നേടിയെടുക്കേണ്ട കുറച്ചുകൂടി ലെവൽ അപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ ആണോ? കണ്ടന്റുകൾ ഉണ്ടാകും. ഈ പറയുന്നതായ കാര്യങ്ങൾ അവനിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഇപ്പൊ ഞാൻ പറയാ, ഞാനൊരു കുട്ടിയെ കൂട്ടാൻ പഠിപ്പിച്ചു. കൂട്ടാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ കൂട്ടൽ എന്ന് പറയുന്ന ആ ഒരു കണക്കിന്റെ ഓപ്പറേഷനിനെ ഏതൊക്കെ രീതിയിൽ ട്യൂൺ ചെയ്ത് പല പല ട്രിക്കുകൾ ഉപയോഗപ്പെടുത്തി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന അഡിഷൻസ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് എന്തോരം വെറൈറ്റികളുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷനുകൾ ഒരുപാട് രീതിയിലേക്കൊന്നും കുട്ടികളിലേക്ക് എത്തുന്നില്ല. ശരി. അപ്പോ ഇനി ഞാൻ ഈ കൂട്ടൽ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ട്രഡീഷണൽ ക്ലാസ്സുകൾ എന്ന് ഞാൻ എടുത്തു പറഞ്ഞതായതിന്റെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, PSC എത്രത്തോളം അപ്ഡേറ്റഡ് ആണോ അത്രമേൽ പ്രസക്തമാകുന്ന രീതിയിൽ ഓരോ ക്ലാസ്സുകളും അപ്ഡേറ്റ് ആകണം. അതായത് പഠിപ്പിക്കുന്നതായിട്ടുള്ള ടീച്ചേഴ്സ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ആകണം എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതായത് പണ്ട് മുതൽ അവർ എന്ത് പഠിപ്പിച്ചു, അവർക്ക് ഇപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ആ അധ്യാപകന് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക് എടുക്കുന്നു, അതിനകത്തുള്ള 100 ചോദ്യങ്ങളുടെ ഉത്തരം അറിയാം. ഈ 100 ചോദ്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന രീതിയിലല്ല ഇന്നത്തെ കാര്യം. എന്താ, ഈ 100 ചോദ്യങ്ങളിൽ എന്തോരം വെറൈറ്റികൾ ഉണ്ട് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈ 100 ചോദ്യങ്ങൾ ഏതൊക്കെ വെറൈറ്റിയായ രീതിയിൽ വരും എന്നതുപോലെ തന്നെ ഈ 100 എണ്ണത്തിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് എത്ര ചോദ്യങ്ങൾക്ക് പുതിയ സാധ്യതകൾ ഉണ്ട് എന്ന് കൂടി ആഡ് ചെയ്യപ്പെടണം. ഇങ്ങനെ ഒരുപാടായ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് മാത്രമല്ല, എല്ലാ ആളുകളും പറയാറുണ്ട് ഇപ്പൊ PSC സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഈ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാ സ്ഥാപനങ്ങളും പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ആയിട്ട് ഒരുവിധപ്പെട്ട സ്ഥാപനങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ എനിക്ക് അത്ര നല്ലതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതായത് ഒരു PSC പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയുടെ മുമ്പിൽ കിട്ടേണ്ട രീതിയിൽ ശരിക്കും ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി ഇടുന്ന രീതിയിലെ ചോദ്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കുറച്ച് റാൻഡം ആയിട്ടുള്ള ഫാക്ടുകൾ എടുത്തു, സ്റ്റേറ്റ്മെന്റുകളാക്കി അത് കുട്ടികളിലേക്ക് എത്തിച്ചു. അതെന്താ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ, ഇപ്പോ ഒരു PSCയുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ ഇപ്പോ നമ്മൾ മാത്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ വാല്യൂ പുട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നതായിട്ടുള്ള മെത്തേഡുകളുണ്ട്. അതായത് ഉത്തരങ്ങളിൽ നിന്ന് ചോദ്യങ്ങളിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷനുകൾ കൊടുത്ത് ഉത്തരം കണ്ടുപിടിക്കുന്ന, അതായത് ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി. പിന്നെ അങ്ങനെ പിൻ പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡുകളുണ്ട്. പിൻ പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഇനി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും കൃത്യമായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ട്രഡീഷണൽ ക്ലാസ്സുകൾ മുമ്പിലേക്ക് പോയാൽ കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കൃത്യമായ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായത് എന്താണോ ആ ഒരു ലക്ഷ്യം സാധൂകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊന്നും എത്തുന്നില്ല. എന്താ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മകളെ, ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോയി. ആ സ്ഥാപനത്തിൽ പഠിക്കാൻ പോയ 100 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക. ഈ 100 കുട്ടികളുടെയും മെന്റൽ ആയിട്ടുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ഈ 100 പേരെയും ഞാൻ എന്ത് ചെയ്തു, ക്ലാസ് എടുത്ത് കൃത്യമായിട്ട് പഠിപ്പിച്ച് സെറ്റാക്കി
ഇപ്പൊ ഞാൻ പോയി ഇരുന്നെന്നോ അല്ല ഞാൻ പഠിപ്പിച്ചെന്നോ ആയിക്കോട്ടെ. എന്നിട്ട് ഞാനൊരു PSC പരീക്ഷയ്ക്ക് ഞാൻ ഈ കുട്ടികളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ ഈ കുട്ടികളോട് പറയുകയാ, നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളുടെ മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഒള്ളി ഞാൻ എന്ത് എഴുതണമെന്നാ പറഞ്ഞേ? ഒള്ളി ട്രൂ ആയ കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് തിരിച്ചു വാ എന്ന് ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ 100 പേരെഴുതിയ പരീക്ഷയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആവറേജ് കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ പരീക്ഷ നടത്തി PSC പരീക്ഷ നടത്തുമ്പോൾ അതിനകത്ത് എല്ലാവർക്കും ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതായ ഈ 100 കുട്ടികൾക്കും അറിയാവുന്ന രീതിയിൽ 100 മാർക്കിന്റെ ചോദ്യങ്ങളിൽ 50 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ കുട്ടികളുടെയും മെന്റൽ കപ്പാസിറ്റി അനുസരിച്ച് എല്ലാവരുടെയും മാർക്ക് എന്ന് പറയുന്നത് ഒരു 50-ന് ഒരു 5 മാർക്ക് താഴെ, അതായത് ഒരു 45, അല്ലെങ്കിൽ 50-ന് ഒരു മുകളിൽ ഒരു 5, അതായത് ഒരു 55 വരെ എന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ വന്നു നിൽക്കുക. ഈ പറയുന്ന കുറഞ്ഞു പോയത് പഠിക്കാത്ത കുട്ടികളാ, ഈ 5 മാർക്ക് കുറഞ്ഞു പോയത് പഠിക്കാത്ത കുട്ടികളാ. ഈ 5 മാർക്ക് കൂടി എന്ന് പറയുന്നത് കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളാ. പക്ഷെ അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. ഞാൻ അറിയാവുന്ന ഒരു 50 ചോദ്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ആ പറയുന്ന ഈ 50 ചോദ്യങ്ങൾ അറിയാവുന്ന ഉണ്ടെങ്കിലും അതിനകത്ത് ഈ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടും ഈ 5 മാർക്ക് അധികം അവർക്ക് വാങ്ങിക്കാൻ എങ്ങനെ സാധിച്ചു? ഈ പറയുന്ന 5 മാർക്ക് അധികം വാങ്ങിക്കുന്നതിനേക്കാൾ പ്രസക്തമാണ് അതിനേക്കാൾ ഒരു 5 മാർക്ക് കൂടി അധികം വാങ്ങുക എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടുണ്ടാവൂല. അതായത് നമുക്കിപ്പോ ഒരു 50 മാർക്ക് ഉണ്ട് എന്ന്, 50 ചോദ്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 50 ചോദ്യങ്ങളിൽ ഒരു 5, 4, 10 ചോദ്യങ്ങൾ കറക്കി കുത്തിയവന് കിട്ടിയതായി ഈ അധികം കിട്ടിയ 5 മാർക്ക്. ഇവനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പോകുന്നത്. കൺവെൻഷണലായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു പോകുന്ന കുട്ടികളുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന 50, 45, 50-നിടയിലായിരിക്കും അവരുടെ മാർക്ക്. പക്ഷേ കറക്കി കുത്തൽ കൂടി പയറ്റിയെടുത്ത ആ ആളിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഈ 55 ലെവലിലേക്ക് വരും. ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? ഈ കറക്കി കുത്താൻ അറിയുക എന്ന് പറയുന്നതും ഒരു ട്രെൻഡാണ്. അതായത് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതിയാൽ മതി എന്ന് പറയുന്നിടത്ത് ഒരു 4, 10 ചോദ്യങ്ങൾ അധികം എഴുതാൻ ശ്രമിച്ചവന് കുറച്ചുകൂടി അധികം മാർക്ക് 50-ന് മുകളിൽ വരാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ PSC സ്ഥാപനങ്ങൾ ചെയ്യുന്നതായ ഒരു പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞത്. മിക്കവാറുമുള്ള PSC സ്ഥാപനങ്ങളിൽ ഒരുവിധം എല്ലാ അധ്യാപകരും പറയാറുണ്ട് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. പക്ഷെ ഞാൻ പറയും നമ്പർ ഓഫ് അറ്റൻഡ് എന്ന് പറയുന്നത് കൂട്ടണം. അതായത് അറിയാവുന്ന ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാകുന്ന രീതിയിലാകണം ഇനി മുതൽ നമ്മൾ പരീക്ഷ എഴുതാൻ തീരുമാനിക്കേണ്ടത്. അങ്ങനെ എഴുതുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആവറേജ് സ്റ്റുഡന്റ് സ്കോർ ചെയ്തതായ മാർക്ക് ഇപ്പൊ 50 അല്ലേ, ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം അതിന് മുകളിലേക്ക് മാർക്കിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. എങ്കിൽ നമ്മളുടേതായ ആ ഒരു സ്ഥാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ 50 മാർക്കുണ്ട്, 51 മാർക്കുണ്ട്. ഈ പറയുന്ന 2 മാർക്കുകളുടെ ഇടയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 100 റാങ്കുകളുടെ വ്യത്യാസം ഇപ്പൊ LD പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതുമ്പം വന്നു എന്ന് വിചാരിക്കും. ആ 100 റാങ്കിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതിയ ആളുകൾ, അവർ ഏറ്റവും കൂടുതൽ എഴുതിയ ചോദ്യങ്ങൾ, അവർക്ക് ലഭിച്ച മാർക്കുകൾ, അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കും. എങ്കിൽ ഒരു 55 അല്ലെങ്കിൽ ഒരു 60-നിടയിൽ മാർക്ക് വാങ്ങിച്ചവന്റെ ഇടയിലുള്ളതായ ആളുകളുടെ ഈ ഒരു റാങ്ക് വ്യത്യാസം എന്ന് പറയുന്നത് ചിലപ്പോൾ എത്രയേ കാണത്തുള്ളൂ? 30 കാണൂ. ഈ ഒരു 30 റാങ്കുകളെ വ്യത്യാസമുള്ളൂ എന്ന് പറയുന്നതിൽ വളരെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ഉറപ്പിക്കാൻ പറ്റും ജോലി സാധ്യത. അപ്പൊ ആ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ മിനിമലാക്കാൻ നിലവിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നു എന്നാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് അറ്റൻഡുകൾ കൂട്ടുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, വെറുതെ ഞാൻ അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണോ? അങ്ങനെ എഴുതിയാൽ തെറ്റാവാൻ സാധ്യതയില്ലേ? അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലാണ് എലിമിനേഷൻ ടെക്നിക്ക്, വാല്യൂ പുട്ടിംഗ് മെത്തേഡ്, കോമ്പിനേഷൻ സ്ട്രാറ്റജി, പഠിക്കുമ്പോൾ കോമ്പിനേഷൻ സ്ട്രാറ്റജി, പിൻ പോയിന്റ് സ്ട്രാറ്റജി, ഇങ്ങനെയുള്ളതായ ടെക്നിക്കുകൾ കൂടി കുട്ടികളിലേക്ക് പരിശീലിപ്പിക്കപ്പെടണം. ഈ ടെക്നിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ട്രഡീഷണൽ ക്ലാസ്സുകളിലേക്ക് പോയിരിക്കുന്ന കുട്ടികളിലേക്ക് കിട്ടുന്നില്ല. അത് കിട്ടാത്തതിന്റെ പോരായ്മയാണ് ഇന്ന് ഒരുപാട് പേര് നമ്മൾ ഈ പറയുന്ന സ്ഥാപനങ്ങളെ പഴിക്കേണ്ടി വരുന്നതും ഈ പറയുന്ന സ്ഥാപനങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയേണ്ടി വരുന്നത്. അത് സ്ഥാപനങ്ങളുടെ പോരായ്മ തന്നെയാണ്. അത് ശരിയാ, ഓക്കെ ആണോ? എന്ന് വെച്ച് ഞാൻ ഈ സ്ഥാപനങ്ങൾ പൈസ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഞാൻ എതിരൊന്നും പറയുന്നൊന്നുമില്ല. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അറ്റൻഡ് കൂട്ടുക. അടിസ്ഥാനപരമായി ഒരു ചോദ്യം, ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങളിൽ എനിക്ക് അറിയാവുന്നതായ ചോദ്യങ്ങളുടെ ഉത്തരം എത്ര എണ്ണമുണ്ട് അത് എഴുതുകയും വേണം. എക്സ്ട്രാ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുകയും വേണം? എഴുതുകയും വേണം. പ്ലസ് അറിയാവുന്നത് നോൺ ആയിട്ടുള്ളതായ ചോദ്യങ്ങളോടൊപ്പം
ഞാൻ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള ചോദ്യങ്ങളുടെ കൂടി ഉത്തരങ്ങൾ എഴുതേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ എൻ്റെ അറ്റൻഡുകളുടെ എണ്ണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൂട്ടാൻ പറ്റൂ. ഓക്കെ ആണോ? ഈ പറയുന്ന പരിപാടി ശരിക്കും പറഞ്ഞാൽ പി എസ് സി സ്ഥാപനങ്ങൾ കുട്ടികളിൽ പരിശീലിപ്പിക്കുന്നില്ല എന്നത് പി എസ് സി സ്ഥാപനങ്ങളുടെ പോരായ്മയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നതായ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണേ. ഈ പറയുന്ന അറ്റൻഡുകളുടെ എണ്ണം കൂട്ടാൻ ഉതകുന്ന ഈ എക്സ്ട്രാ മാർക്കിനെ എങ്ങനെ ഒപ്പിക്കാം എന്ന് ചോദിച്ചാൽ മക്കളെ, ഇതിനൊറ്റ വഴിയേ ഉള്ളൂ, പ്രാക്ടീസ്. അതായത് പരീക്ഷാ ഹാളിൽ ചെന്നിരുന്ന് ചുമ്മാ കറക്കി കുത്തുകയല്ല വേണ്ടത്, മറിച്ച് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഈ പ്രാക്ടീസ് പോലെയുള്ള സാധനമാണ് ഞാൻ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ എന്നതായ കാര്യത്തിലൂടെ ഉദ്ദേശിക്കുന്നതായത് എന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ഓക്കെ ആണോ? ഇനി എലിമിനേഷൻ മെത്തേഡ് മാത്രമേ ഉള്ളൂ, വാല്യൂ പുട്ടിംഗ് മെത്തേഡ് മാത്രമേ ഉള്ളൂ, അതുപോലെ ഇനിയും വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട്. ഒന്ന് ഞാൻ എല്ലാ പേരുകളും എനിക്കറിയാവുന്ന പേരുകൾ ഞാൻ പറയാം. എലിമിനേഷൻ സ്ട്രാറ്റജി ഉണ്ട്, ഇനി വാല്യൂ പുട്ടിംഗ് സ്ട്രാറ്റജി ഉണ്ട്, ഇനി മൂന്നാമത്തത് പിൻ പോയിന്റ് സ്ട്രാറ്റജി ഉണ്ട്, പിന്നെ അതുപോലെ കോൺസെപ്റ്റ് റിലേറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. കോൺസെപ്റ്റ് റിലേറ്റിംഗ് അതായത് ചോദ്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധമുള്ളതായത് തിരിച്ചറിയാൻ പറ്റിയ. ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താ, സ്പെക്കുലേറ്റിംഗ് അതായത് ഊഹങ്ങൾ വെച്ച് മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി ഈ പറയുന്നതായ ടെക്നിക്കുകളെല്ലാം കുട്ടികൾക്ക് പയറ്റണം എന്നാണെങ്കിൽ അടിസ്ഥാനപരമായി ഈ പറയുന്ന ടെക്നിക്കുകൾ എന്താണെന്നും ഈ ടെക്നിക്കുകൾ ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ള പി എസ് സി ചോദ്യങ്ങളിലാണ് ഇന്നുവരെ വന്നിട്ടുള്ളതെന്നും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കണം. അതാ ഞാൻ പറഞ്ഞ ട്രഡീഷണൽ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഒരു പോരായ്മ തന്നെയാണ്. നമ്മളെ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിക്കകത്തൊരു മാറ്റം വരുത്തണം. അധ്യാപകർ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആകണം. ഞാൻ ഒരു അധ്യാപകരുടെയും കഴിവുകൾക്ക് ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷെ അവർ കുറച്ചുകൂടി പണിയെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ ആണോ? അതായത് ഒരു പി എസ് സി സ്ഥാപനത്തിൽ പഠിച്ചു. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു പി എസ് സി സ്ഥാപനം ഒരു പരസ്യം ചെയ്തേക്കുന്നത് കണ്ടു. ഞങ്ങൾ പഠിപ്പിച്ച ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയിൽ 100 എണ്ണത്തിൽ 70 മാർക്കിനും ചോദിച്ചു. ഇന്നുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷാ പുസ്തകം എന്ന നിലയിൽ ഈ 70 മാർക്ക് വലിയൊരു മാർക്കാണ് എന്ന് പറഞ്ഞൊരു പരസ്യം ഞാൻ കണ്ടു. ഇതൊക്കെ വളരെ ഫേക്ക് ആയിട്ടുള്ള പ്രോമിസിംഗ് ആണ്. ഈ പറയുന്നതായ കാര്യമൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള എന്ത് കാര്യമാണ് പൈസ കൊടുക്കുന്നത് കൊണ്ട് കിട്ടേണ്ടത്, ആ കിട്ടേണ്ടതായ കാര്യമാണ് നമ്മുടെ മുമ്പിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഇനി എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും കുട്ടികൾക്ക് അവരുടെ ഇംപ്രൂവ്മെന്റ് അക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഇംപ്രൂവ്മെന്റ് എത്തരത്തിലാണെന്ന് മനസ്സിലാക്കാനുള്ളതായ സംവിധാനങ്ങൾ കൂടി എല്ലാ പി എസ് സി സ്ഥാപനങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അതായത് നിങ്ങൾ നിലവിൽ നേരത്തെ ഉള്ളതായ രീതി എങ്ങനെയാണ്, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നു എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, അത് ട്രാക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം എല്ലാ പി എസ് സി സ്ഥാപനങ്ങളും ചെയ്യണം, കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം. ഓക്കെ ആണോ? ഇനി അത് ഒരു ശരിക്കും പറഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ എൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല. ഞാൻ പറഞ്ഞത് ചുമ്മാ പുസ്തകം എടുത്ത് തുറന്നു പിടിച്ചു ഞാനൊരു 100 വട്ടം ഒരു ചോദ്യം വായിച്ചു, അല്ലെ 200 വട്ടം വായിച്ചു, അല്ലെ ഞാനൊരു 6 മണിക്കൂർ പഠിച്ചു. ഇതിലല്ല കാര്യം. ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഒരിക്കൽ കൂടി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ എന്നതിലാ ചോദ്യം. അല്ലെങ്കിൽ അത് പി എസ് സി പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അത് ഉത്തരമായിട്ട് എൻ്റെ വായിലൂടെ വരുന്നുണ്ടോ, എൻ്റെ ചിന്തയിൽ വരുന്നുണ്ടോ എന്നതിലാ ചോദ്യം. ഇതൊന്ന് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം കൂടി എല്ലാ സ്ഥാപനങ്ങളും എന്ത് ചെയ്ത് കൊടുക്കണം. ഇനി ശരിക്കും വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ സയൻസ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ മാത്സ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ മലയാളം ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇത് ഏറെക്കുറെയൊക്കെ ഒരു സ്ഥാപനം കൊടുക്കുന്നതൊക്കെ തെറ്റില്ലാത്ത രീതിയിൽ തന്നെ ആയിരിക്കും. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികൾ രക്ഷപ്പെടണമെന്ന തോന്നലോടുകൂടി പഠിപ്പിക്കുന്ന വളരെ സിൻസിയർ ആയിട്ടുള്ള അധ്യാപകർ പഠിപ്പിച്ച എന്തായാലും ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലും മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാകുന്ന കോൺസെപ്റ്റുകളിലേക്കൊക്കെ അവർ കാര്യങ്ങളെ വകതിരിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ സയൻസ് ചോദ്യങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു പരീക്ഷയിൽ പി എസ് സി പരീക്ഷ ആകുമ്പോൾ ഒരു 6 മാർക്ക് സംതിങ്, ജനറൽ പി എസ് സി ആണ്. മാത്സിന് ഏറ്റവും കുറഞ്ഞ ഒരു 10 മാർക്ക്, ഇംഗ്ലീഷിന് 10 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക്. ഈ ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അടിസ്ഥാനപരമായിട്ട് ഒരു പരീക്ഷയിൽ ഒന്ന് ആലോചിച്ചൊക്കെ 10, 20, 30 ഈ 30 മാർക്ക് എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുവിധം സെറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. പ്ലസ് ഈ ഒരു 6 കൂടെ കൂട്ടിക്കും. ഈ ഒരു 36 മാർക്ക് സാധാരണ ഒരു ഉദ്യോഗാർത്ഥി വാങ്ങുന്നുണ്ട്. ഇതിന് മുകളിൽ മാർക്ക് വാങ്ങാൻ അവരെ സഹായിക്കുന്ന രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യണം. അതായത് ഹിസ്റ്ററി ആകട്ടെ, ജോഗ്രഫി ആകട്ടെ, എക്കണോമിക്സ് ആകട്ടെ, പൊളിറ്റി ആകട്ടെ, അതുപോലെ സിവിക്സ് ആകട്ടെ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആകട്ടെ, ഇങ്ങനെ കുറെ സബ്ജക്റ്റുകളുണ്ട്. ഇതിനകത്തുള്ളതായ പരിപാടികളാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്രയും പറഞ്ഞതായ കാര്യങ്ങൾ നിങ്ങൾക്കൊരു സ്ഥാപനത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല,
കൃത്യമായിട്ട് ഞാനൊരു തുക കൊടുക്കുമ്പോൾ ആ തുക വാങ്ങിച്ചുകൊണ്ട് ക്ലാസ് എടുത്ത് കൃത്യമായിട്ട് എന്നെ അതിന് പാകപ്പെടുന്ന രീതിയിലേക്ക്, ആ പരീക്ഷ എന്ന രീതിയിലേക്ക് മാറ്റാം എന്ന ഒരു എന്താണ് ഉറപ്പോട് കൂടി അവരെന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത്. അപ്പൊ ആ പൈസ വാങ്ങിക്കുമ്പോൾ ക്ലാസ് എന്ന് പറയുന്നതിന്റെ എണ്ണം അല്ലെങ്കിൽ നമ്പർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ഥാപനമാണോ തീരുമാനിക്കേണ്ടത്, അതോ പൈസ കൊടുക്കുന്ന ഞാനാണോ തീരുമാനിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് എനിക്കൊരു സാധനം മനസ്സിലായില്ല എന്നത് ശരിക്കും പറഞ്ഞാൽ അത് എന്റെ എന്താണ് സ്വാഭാവികമായ ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ല, സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ വന്ന അധ്യാപകന്റെ പോരായ്മയാണ്. എന്തോ ആയിക്കോട്ടെ, പക്ഷെ എനിക്കത് മനസ്സിലായില്ലല്ലോ. എന്നെ അത് പഠിപ്പിച്ച് കൃത്യമാക്കി എനിക്കതിന് പറ്റുന്ന രീതിയിലേക്ക് എന്നെ പാകപ്പെടുത്താം എന്ന് എന്നോട് പറഞ്ഞതാരാ? ആ സ്ഥാപനമാണ് പറഞ്ഞത്. അപ്പോ ആ സ്ഥാപനത്തിൽ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ അത് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെ തന്നെയാ? ആ PSC ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെയാ. അവര് അത് ചെയ്യുന്നില്ല എങ്കിൽ അത് ചോദിച്ചു വാങ്ങേണ്ടതായത് നമ്മുടെ അവകാശമാണ്. അത് ഞാൻ പറയുന്നതിൽ ഒരു തെറ്റും വിചാരിക്കരുത്. റൈറ്റ്. എന്റെ അവകാശമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്റെ അവകാശമാണ്. ഞാൻ പൈസ കൊടുത്തതിന്റെ മൂല്യം എനിക്ക് കിട്ടണം എന്നുള്ളതും എന്റെ അവകാശമാണ്. ശരിയല്ലേ? കച്ചവടമായിക്കോട്ടെ, കച്ചവടത്തിനും ഒരു സത്യമുണ്ട്. ആ സത്യമാകുന്ന കച്ചവടം, അതിനകത്ത് ഞാൻ കൊടുത്തതിന്റെ മൂല്യം എനിക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണം. കൃത്യമായ ക്ലാസ്സുകൾ തന്നില്ല, കൃത്യമായി ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനെ കിട്ടിയില്ല, നിങ്ങൾക്ക് പഠിപ്പിച്ചത് മനസ്സിലായില്ല, നിങ്ങൾക്ക് പഠിപ്പിച്ചതായ കണ്ടന്റുകൾ എണ്ണത്തിൽ കുറവുണ്ട്, ഇന്ന ടോപ്പിക്കുകൾ പഠിപ്പിച്ചിട്ടില്ല, ഇന്ന കണ്ടന്റുകൾ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്ത് കുറച്ചുകൂടി കണ്ടന്റ് ആഡ് ചെയ്ത് ക്ലാസ് എടുക്കേണ്ടതുണ്ട്. PSC അധ്യാപകർ പറയുന്നതായ കാര്യങ്ങളാണ് ശരി, അല്ലെങ്കിൽ ഏതൊരു അധ്യാപകനും ആയിക്കോട്ടെ, അവര് പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. മറിച്ച് അവര് പറയുന്നത് നിങ്ങൾ ചേർത്ത് വായിച്ച് അവര് പറയുന്നത് ആയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ടോ എന്നും, നിങ്ങളുടെ വീക്ഷണത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നും നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങളുടെ അവകാശങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം. ശരി. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു സാരാംശം എന്താണെന്ന് മനസ്സിലായോ? ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് ദേ ആർ ജസ്റ്റ് ടൂൾസ്. ഇവന്മാര് ടൂൾസുകൾ മാത്രമാണ്. നമുക്ക് പഠിക്കാൻ ഉതകുന്നതായ ഒരു സംവിധാനത്തിനകത്തേക്ക് നമ്മളെ പ്രാപ്തരാക്കി തരാനുള്ള ടൂളുകൾ മാത്രമാണ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാ? സെൽഫ് സ്റ്റഡി കൂടിയാണ്. സെൽഫ് സ്റ്റഡി അവനാണ് കിങ്. സെൽഫ് സ്റ്റഡി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, പഠിക്കാനുള്ള ട്രാക്ക് എനിക്ക് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു പരമമായ ശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വേണ്ടി എന്ന വണ്ണം തന്നെ ഞാൻ നടത്തി തുടങ്ങി മുമ്പോട്ടേക്ക് പോയാൽ സെൽഫ് സ്റ്റഡി. ശരി. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, അവരുടെ എന്താണോ അവരിൽ നിന്ന് നമുക്ക് വേണ്ടത് അത് നമ്മൾ നേടിയെടുക്കണം. ഒപ്പം ഈ പറയുന്ന കാര്യം കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ശരി. അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല. നാട്ടിൽ നടക്കുന്നതായ സർവ്വതായ കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. പൈസ വാങ്ങിയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നില്ല, പൈസ വാങ്ങിയിട്ട് കൃത്യമായ രീതിയിൽ ക്ലാസ് കൊടുക്കുന്നില്ല, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒക്കെ ഫ്രാഞ്ചൈസികളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇവര് അവരുടെ ആ ഒരു പോളിസിയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. ശരിയാ. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ അവരെ പഴിക്കാതെ, മറിച്ച് നമ്മൾ അതിന് നിന്നു കൊടുത്തിട്ടാണ് നമ്മളെ അവരങ്ങനെ ആ ഒരു രീതിയിലേക്ക് എത്തിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക. ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ ആണോ? അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഒന്ന് താഴെ ഇട്ടേക്കണേ. ശരിയടാ.